സംസ്ഥാന സർക്കാരിന്റെ പുതുവർഷ സമ്മാനം കേച്ചേരി ജംഗ്ഷൻ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് 126 കോടി രൂപയ്ക്ക് അംഗീകാരം നൽകി കിഫ്ബി. കിഫ്ബിയുടെ 55ാം ജനറൽ ബോഡി യോഗത്തിലാണ് പദ്ധതിയുടെ ഭൂമി ഏറ്റെടുപ്പ് ചെലവിനുള്ള ഫണ്ടിങ്ങിന് അന്തിമ അംഗീകാരമായത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി യാഥാർത്ഥ്യമായതോടെ കേച്ചേരിയിലെ ഗതാഗതക്കുരുക്ക് ക്രമാതീതമായിരുന്നു. മണലൂർ എംഎൽഎ മുരളി പെരുന്നെല്ലിക്കൊപ്പം AC മൊയ്തീൻ എംഎൽഎയുടെയും ശ്രമഫലമായാണ് കിഫ്ബി സാമ്പത്തികാനുമതി ലഭ്യമാക്കിയിട്ടുള്ളത്. ദീർഘനാളായുള്ള ഈ പ്രദേശത്തുകാരുടെ കാത്തിരിപ്പിന് കേച്ചേരി ജംഗ്ഷൻ വികസനത്തോടെ വിരാമമാകും. ആദ്യഘട്ടമായി കേച്ചേരി ബൈപ്പാസ് റോഡുമായി ബന്ധിപ്പിക്കുന്ന ഭാഗവും ജംഗ്ഷനുമാണ് മെച്ചപ്പെടുത്തുക. ഫോറം ജംഗ്ഷൻ രൂപത്തിൽ തൃശൂർ ഭാഗത്തേക്ക് 100 മീറ്ററും കുറ്റിപ്പുറം ഭാഗത്തേക്ക് 100 മീറ്ററും വേലൂർ റോഡിൽ 200 മീറ്ററും മറ്റം റോഡിൽ 70 മീറ്ററും ദൈർഘ്യത്തിലാണ് റോഡ് വികസനം നടത്തുന്നത്. പദ്ധതിക്കായി ഏകദേശം 225 സെന്റ് ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. കേച്ചേരി ജംഗ്ഷന്റെ ഉയർന്ന വാണിജ്യ സാധ്യതയും പ്രദേശത്തിന്റെ നിലവിലെ വിപണി മൂല്യവും കണക്കിലെടുത്ത് രജിസ്ട്രേഷൻ വകുപ്പിന്റെ ഫെയർ വാല്യൂ അടിസ്ഥാനമാക്കിയാണ് ഭൂമി വില നിർണ്ണയിച്ചത്. കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. ഭൂമി ഏറ്റെടുപ്പ് നടപടികളിൽ ഗണ്യമായ പുരോഗതി ഉണ്ടാകുന്നതിന് ശേഷം മാത്രമേ സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. പദ്ധതി പൂർത്തിയാകുന്നതോടെ കേച്ചേരി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് കുറയുകയും തൃശൂർ കുന്നംകുളം കുറ്റിപ്പുറം മേഖലകളിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാവുകയും ചെയ്യും. ഇതോടെ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു വാഗ്ദാനം കൂടി നടപ്പിലാവുകയാണെന്ന് മുരളി പെരുന്നെല്ലി എംഎൽഎ പറഞ്ഞു. കേച്ചേരി പന്തിത്തടം ആ ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടുകൂടി വടക്കൻ മേഖലയിൽ നിന്ന് കോഴിക്കോടും അതിനപ്പുറത്തുള്ള മേഖലയിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതാണ് റോഡ്. പക്ഷേ ആ റോഡ് വന്ന് മുട്ടുന്നത് കേച്ചേരി ജംഗ്ഷനിലാണ്. ആ ജംഗ്ഷൻ ഇടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ ആദ്യ ഫേസ് എന്ന നിലയിൽ തൃശ്ശൂർ കുറ്റിപ്പുറം റോഡിൽ മഴുവഞ്ചേരി ചുണ്ടൽ റോഡിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ കേച്ചേരി ജംഗ്ഷൻ വികസനത്തിന് വേണ്ടി 126 കോടി രൂപയുടെ ഇപ്പോൾ അനുമതി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. 225 സെന്റ് ഭൂമി അടക്കം അത് ഏറ്റെടുക്കേണ്ട നടപടിക്രമം എടുക്കേണ്ടതുണ്ട്. ഏതായാലും ഈ റോഡിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഈ നടപടി പര്യാപ്തമാകും എന്നാണ്